ഈ പരാതി ഈ അന്വേഷണത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്ന പരാതി നൽകിയ ശ്രീ ഹഫീസ് കേരള കോൺഗ്രസ് നേതാവ് അദ്ദേഹം നമ്മോടൊപ്പം തന്നെ നേരിട്ട് ചേരുന്നുണ്ട്. ഹഫീസ്, കോൺഗ്രസിലെ ഒരു വിഷയമാണിത്. ആഭ്യന്തരവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകും. ആരാണ് പിന്നിൽ എന്ന കാര്യത്തിലൊന്നും കൃത്യമായ ഒരു വിവരം പുറത്തു വരാത്ത പശ്ചാത്തലമുണ്ട്. താങ്കൾക്ക് എന്താണ് ആശങ്ക ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് പോകാൻ? കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യത്തിലോ അവരുടെ വിഷയങ്ങളിലോ എനിക്ക് യാതൊരു ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല. പക്ഷേ നമ്മളെ കണ്ടു ആ കണ്ണൂർ നടാലിലെ വീട്ടിൽ നിന്ന് കൂടോത്രം പുറത്തിറക്കുന്ന സമയത്ത് KPCC പ്രസിഡൻ്റായ MP അദ്ദേഹം തന്നെ പറയുന്നത് എൻ്റെ ജീവന് പോലും അപകടമാണല്ലോ എന്ന് പറയുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇതൊരു അന്വേഷണം വേണം. ഇതിന് കൂടോത്രത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CRPCയിലും IPCയിലും നിലവിൽ കേരളത്തിൽ വകുപ്പില്ലാത്തതുള്ളൂ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ ആഭിചാരക്രിയകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണഭയമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നടത്തിയിരിക്കുന്നത് ആരാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കറിയാം. ഇന്നലെ ഞാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ കണ്ടു. ഇതിൻ്റെ ഇര എന്ന് തന്നെ പറയാം. സുധാകരനോട് നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുകളുണ്ട്, എതിർപ്പുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആഭിചാരക്രിയകൾ നടത്തി ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അത് നിയമത്തിന് മുന്നിൽ എത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനിലും അദ്ദേഹത്തിൻ്റെ സ്വത്തിനിലും ഒക്കെ ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയെ സമീപിച്ചത്. ആഭിചാരക്രിയകൾ കൊണ്ട്, ഇത്തരം കൂടോത്രങ്ങൾ കൊണ്ട് സുധാകരൻ എന്ന ഒരു വലിയ നേതാവിനെ ഇല്ലാതാക്കും എന്ന് എങ്ങനെ കരുതാനാകും ഹഫീസ്? അതിനെ അന്വേഷിക്കാനും പോലീസിന് പലവിധമായ പരിമിതികൾ ഉണ്ടല്ലോ. ഈ കൂടോത്രമൊക്കെ അന്വേഷിക്കാൻ താങ്കൾ പറഞ്ഞതുപോലെ ഏത് തരത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലൊക്കെ മറ്റെന്തെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിക്കുക, ആക്രമിക്കാൻ ശ്രമിക്കുക, മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്താൽ ഒരുപക്ഷെ പോലീസിന് അതിലേക്ക് കടക്കാൻ പറ്റും. പക്ഷേ ഇത് പോലീസിനെ കൂടെ വെട്ടിലാക്കുന്ന ഒരു പരാതിയായി മാറുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ആ പരാതിക്കകത്ത് ഞാൻ എൻ്റെ പരാതി ആദ്യം ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലാണ്. നന്ദി രേഖപ്പെടുത്തുന്നു. ആ ന്യൂസിനകത്ത് ഈ റിപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സ്നേഹിതൻ കൂടിയായ ശ്രീ ഡാൻ കുര്യൻ തന്നെ പറയുന്നുണ്ട്. ആ പരാതിക്കകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, ആഭിചാരിക ക്രിയകൾ മൂലം സുധാകരന് ആപത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും സുധാകരൻ്റെ വിശ്വാസമാണ്. അദ്ദേഹം പറയുന്ന ഓഡിയോ നിങ്ങളുടെ ചാനലും പുറത്തു വിട്ടതല്ലേ? ഇത് പുറത്തിറക്കുന്ന സമയത്ത് ഉണ്ണിത്താൻ്റെ ശബ്ദത്തോടൊപ്പം സുധാകരൻ്റെ ശബ്ദം നമ്മൾ കേട്ടതല്ലേ? എൻ്റെ ജീവന് തന്നെ അപകടമാണ്. ഒരാളുടെ ജീവൻ അപകടമാകുന്ന ഏതു പ്രവൃത്തിയും ഒരു ഭീഷണിയാണ്. അത് 506(1) 506(2) പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നമുക്ക് ഈ കാര്യത്തിൽ പണ്ട് പത്തനംതിട്ടയിൽ നരബലി ഉണ്ടായ സമയത്ത് 2019 കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് മാജിക് ഡിഫൻസ് ആക്ടൊക്കെ രൂപീകരിച്ചാണ്. 50,000 രൂപ പിഴയും 7 വർഷം വരെ കഠിന തടവും കിട്ടാവുന്ന ഒരു കുറ്റമായി അതിന് നിയമം രൂപപ്പെട്ടു വന്നതാണ്. ആ സമയത്താണ് പിന്നെ കോവിഡും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ആ കാര്യത്തിലേക്ക് സർക്കാരിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും നിയമമായി തന്നെ വരണം. ഒരു KPCC പ്രസിഡന്റ് നേരെയല്ല. നമുക്കറിയാം മുരളീധരന്, VM സുധീരന്, മുല്ലപ്പള്ളി രാമചന്ദ്രന്, ഇപ്പോൾ ഇതാണ് സുധാകരന്, തുടർച്ചയായി വരുന്ന KPCC പ്രസിഡന്റുമാരെ കൂടോത്ര പ്രയോഗത്തോടെ പുറത്താക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ഈ പരാതി ഉതകുമെങ്കിൽ അത് ഉതകട്ടെ. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വീട്, ഡൽഹിയിലെ നർമ്മദ ഫ്ലാറ്റ്, തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ശാസ്ത്രമംഗലത്തെ KPCC ഓഫീസ്, പേട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള അദ്ദേഹത്തിൻ്റെ പേട്ടയിലെ വാടക വീട്, അതുപോലെ നടാൽ കണ്ണൂർ പോലീസ് സ്റ്റേഷന് വേണ്ടിയുള്ള നടാലിൽ അദ്ദേഹത്തിൻ്റെ വസതി, ഈ 4 സ്ഥലങ്ങളിലും ഒരുപോലെ. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി ചിഹ്നം പതിച്ച പാർട്ടി പതാകയ്ക്കകത്ത് പോലും ചെമ്പ് തകിട് കണ്ടെത്തിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇങ്ങനെയൊക്കെ ഇതൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം. കോൺഗ്രസിൻ്റെ കൂടോത്ര രാഷ്ട്രീയം, ആ കൂടോത്ര രാഷ്ട്രീയത്തിനെ അപലപിക്കണം. അതോടൊപ്പം തന്നെ ഇവർ കേരളത്തിൽ എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? എന്ത് സന്ദേശമാണ് ഇത്തരം അഭിചാരക്രിയകളിലൂടെ ഒരു സ്വന്തം പാർട്ടി നേതാവിനെ തന്നെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക? അദ്ദേഹം തന്നെ പറയുന്നു, തനിക്ക് അമേരിക്കയിൽ വരെ പോയി പരിശോധിച്ചിട്ട് ഒരു കുഴപ്പവും കണ്ടില്ല. അവസാനമാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സഹായത്തോടു കൂടി ആൻറ്റി മാജിക്കിൻ്റെ വിദഗ്ധനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ ക്രിയകൾ നടത്തിയ സാധനങ്ങൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി വീടിൻ്റെ കന്നിമൂലയിലെ 3 അടി താഴ്ചയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. VIP ആണ്, സുരക്ഷാ ഭീഷണിയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഗൺമാനുണ്ട്. ഇപ്പോഴും MP ആയപ്പോഴും MP അല്ലാത്തപ്പോഴും ഗൺമാനുണ്ട്. കേരള പോലീസ് സെർവ് ചെയ്തിട്ടുണ്ട്. ആ സംരക്ഷണയിൽ കഴിയുന്നൊരു വീട്ടിൽ കടന്ന് ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏതായാലും പുറത്തുനിന്നവരായിരിക്കില്ല, ഇടതുപക്ഷമോ BJPയോ ആയിരിക്കില്ല, ഉള്ളിൽ തന്നെയുള്ള ആളായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ അലോസരപ്പെടുത്തി, ആശങ്കപ്പെടുത്തി. അതുകൊണ്ട് റഹീം MP നേരത്തെ മാധ്യമങ്ങളെ, അല്പസമയം മുമ്പാണ് റഹീം മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ വിഷയം